ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഇവിടെ അരി വേവിക്കാനായി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അരി വെന്ത് കഴിയുമ്പോൾ ഊറ്റിയെടുക്കാം. ഇവിടെ സവോള, ബീൻസ്, ക്യാപ്സിക്കം 2 കളർ, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ ഇത്രയാണ് ചെറുതായി അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് ചൂടായ ശേഷം അടിച്ച മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 മുട്ട ഉപ്പ് ചേർത്ത് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ചേർത്തു. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. മുട്ട നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മുട്ട ചിരകിയതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള, ബീൻസ്, സ്പ്രിംഗ് ഒനിയൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിന് വേണ്ട ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഒരുപാട് സമയമൊന്നും മൂടി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടി മൂടി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. എരിവിനനുസരിച്ച് ഇടാം. ഇവിടെ കുറച്ച് എരിവ് മതിയായതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിന് മുകളിൽ ടൊമാറ്റോ സോസും സോയാ സോസും മല്ലിയിലയും നെയ്യും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകും. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.